ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പാർക്കുട്ടി എത്തി വലിഞ്ഞൊക്കെ നോക്കണുണ്ട്. വേറെ ഒന്നല്ല, അവൾക്ക് ടാറ്റ പോവാന്ന് മനസ്സിലായിട്ടോ. അതിൻ്റെ ധൃതിയാണൊക്കെ ഉണ്ട്. വണ്ടി എടുക്കുന്നുണ്ടോ എന്നാണ് അവളുടെ നോട്ടം. അപ്പം നമുക്ക് വേറെ ഒന്നല്ല, നമ്മളപ്പോൾ മറൈൻ ഡ്രൈവിലോട്ട് പോകാം. നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ എറണാകുളത്ത് പോകേണ്ട ആവശ്യം വന്നപ്പോൾ നമ്മൾ മറൈൻ ഡ്രൈവിൽ കുറേ നാളെ പറയുന്നു ഒന്ന് പുറത്ത് പോകുന്നത്. അപ്പോഴത്തേക്കും നമ്മൾ വാതിലടയ്ക്കാൻ നോക്കിയിട്ട് വാതിലടയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. മഴ കാരണം ഈർപ്പം തങ്ങിയിട്ട് വാതിലൊന്നും അടയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ചേട്ടൻ ഉള്ളിൽ നിന്ന് വാതിലൊരു കണക്കിന് അടച്ചിട്ട്, പക്ഷെ അവന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പുറകെ കൂടെ ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മളപ്പോൾ നീനി വെച്ച് ഇറക്കി. നമ്മൾ നേരെ വണ്ടി എടുത്തു കേട്ടോ. അതേ പാറക്കുട്ടി വണ്ടി കയറിയപ്പോൾ തന്നെ അനന്തശൈലത്തിലോട്ട് കയറിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ രണ്ട് കാര്യങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. കാരണം നാത്തുവിൻ്റെ ഫോണ് എന്താണെന്ന് അറിഞ്ഞൂടാ, അവളെടുത്ത് കൊച്ചെടുത്തിട്ട് തുപ്പൽ വെച്ചാണ് വെള്ളം പോയാണെന്ന് അറിഞ്ഞൂടാ. ചാർജിന് ഇടുമ്പോൾ പറ്റണതിൻ്റെ പാറക്കുട്ടി അവിടെ നിന്നിട്ട് താത്താ എന്നൊക്കെ എന്തൊക്കെയോ സൗണ്ടൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മൊബൈൽ വേറെ ഷോപ്പിൽ കൊണ്ട് കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് സാംസങ്ങിൻ്റെ സെൻറ്ററിൽ തന്നെ പോകണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പാലാരിവട്ടം എന്നുള്ള സ്ഥലത്ത് വന്നാക്കിയാണ്. വൈറ്റിലെ പാലാരിവട്ടം എവിടെയെന്നാവും അങ്ങനെ വന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ സാംസങ്ങിൻ്റെ ഓഫീസ് സെൻറ്റർ മുകളിൽ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ 1 മണിക്കൂറോളം പോസ്റ്റ് അടിച്ച് നിൽക്കണം. അപ്പോൾ നമ്മൾ 2 പിള്ളേരെയും കൊണ്ട് പുറത്തിറങ്ങി നിൽക്കുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും മഴ വരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ വീണ്ടും വണ്ടിയിലോട്ട് തന്നെ കയറി വണ്ടിയിൽ കുറേ നേരം പോസ്റ്റ് അടിച്ച് നിന്നിട്ട് മഴ മാറുന്നുണ്ടായിരുന്നില്ല. റോഡ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടിയിൽ തന്നെ കുറേ നേരം പോസ്റ്റ് അടിച്ചിരുന്നു. അങ്ങനെ അവിടെ നിന്ന് വണ്ടി എടുത്തു. ഇപ്പോൾ ഇതേ അടുത്ത പോസ്റ്റിംഗ് സെൻറ്ററിലാണ് കേട്ടോ. വേറെ ഒന്നല്ല, ചേട്ടൻ്റെ വണ്ടിയുടെ കീ ഒറിജിനൽ നശിച്ചായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ഒരു കീ അവന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണമായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണേന്ന് കാണുന്നത്. അപ്പോൾ അവനവിടെ പോയാക്കിയാണ്. പാറക്കുട്ടിയാണെങ്കിൽ അവിടെ ഓർമ്മയിൽ ചെന്നിട്ട് മഴ പെയ്യുന്നുണ്ട്. അവർ മഴത്തുള്ളി പിടിക്കാനും അങ്ങനെ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം നമ്മളോടൊപ്പം. ഞങ്ങളാണെങ്കിൽ അവനിങ്ങനെ നോക്കിയിരിക്കണം വെയിറ്റ് ചെയ്തിട്ട്. അപ്പോൾ അത് അവൻ്റെ കൊച്ചാണ് കേട്ടോ, അല്ലൂന്നാണ് കേട്ടോ അവളുടെ പേര്. അങ്ങനെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം പാറക്കുട്ടി. അപ്പോൾ നമ്മളോട് ഷോളൊക്കെ പിടിച്ചിട്ട് എന്തൊക്കെയോ കിടന്ന് കളിച്ച് കൂട്ടുന്നുണ്ട്. കുറേ നേരമായിട്ടോ ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ അവൻ വന്നു. അങ്ങനെ നേരം നമ്മൾ മറൈൻ ഡ്രൈവിലോട്ട് പോയിട്ടോ. മറൈൻ ഡ്രൈവിൽ ചെന്നപ്പോൾ അതിലും പ്രശ്നമായിരുന്നു. നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴ. ഒരു എന്താ പറയുക, ഇറങ്ങിയത് എന്തോ കഷ്ടകാലത്തിനിറങ്ങിയ അവസ്ഥയായിരുന്നു. കുറേ നേരം പോസ്റ്റ് അടിച്ചു, കുറേ മഴയത്ത് പെട്ടു, ആകെ നനഞ്ഞ് ചീഞ്ഞ് എങ്ങും എൻജോയ് ചെയ്യാനൊന്നും പറ്റിയില്ല. നമ്മൾ മറൈൻ ഡ്രൈവ് എത്തിയപ്പോൾ അടിപൊളി മഴ എന്ന് വെച്ചാൽ അടിപൊളി മഴ. ആകെ ഒരു കുടയുമുണ്ട്, 10 ആൾക്കാരും ഉള്ള അവസ്ഥയായിരുന്നു. 2 പിള്ളേരുള്ളത് കൊണ്ട് നമുക്ക് മഴ നനയാണ്ട് എങ്ങനെയെങ്കിലും എത്തണ്ടേ. അപ്പോൾ എൻ്റെ അമ്മയാണെങ്കിൽ നനഞ്ഞ് ചീഞ്ഞു കേട്ടോ. ചേട്ടന് പിന്നെ കുടയുണ്ടായിരുന്നില്ല, അവൻ വണ്ടിയൊക്കെ വെച്ചിട്ട് എങ്ങനെയോ വന്നു. അപ്പോൾ അമ്മ ആദ്യം കുട വെച്ചിട്ട് ഞങ്ങൾ 3 പേരും കൂടി സിലിക്കോൺ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട്. അപ്പോൾ അവിടെ നിൽക്കണം. അപ്പോൾ ചേട്ടൻ വിളിച്ചേക്കണേ നിങ്ങളെവിടെ. അപ്പോൾ അവർ രണ്ടുപേരും അമ്മ ഓരോരുത്തരെ വെച്ച് കൊണ്ടുവന്നാക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഞാനപ്പോൾ അവിടെ നിൽക്കുന്നു. അപ്പോൾ ആ സമയത്ത് എടുത്ത വീഡിയോ ഇട്ടുകൊണ്ട് നല്ല മഴ എന്ന് വെച്ചാൽ പൊരിഞ്ഞ മഴയാണ് ഗൈസ്. ഒന്ന് ഇറങ്ങാനും കൂടി എൻജോയ് ചെയ്യാനും കൂടി ഒന്നും നടക്കാനും കൂടി പറ്റാത്ത അവസ്ഥയൊന്നും മറൈൻ ഡ്രൈവിൽ ചെന്നിട്ട്. എന്താ പറയുക, കുടയുടെ കീഴിലും കെട്ടിടത്തിൻ്റെ കീഴിൽ നിൽക്കേണ്ട അവസ്ഥ. അങ്ങനെ നമ്മൾ ഞാനും അമ്മയും പിന്നെ വീണ്ടും അവർ നിൽക്കുന്ന സ്ഥലത്തോട്ട് വന്നു കേട്ടോ. അതെ, കുറേ ഷോപ്പുകളുണ്ട് മൊബൈൽസിൻ്റെ കവറിൻ്റെയൊക്കെ. ഞാനിതേപോലെ ഒരു കവർ നോക്കി, നല്ല ഭംഗിയായിരുന്നു, പക്ഷെ വാങ്ങിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വീണ്ടും വണ്ടി എടുത്ത് നേരെ പോയത്. അപ്പോൾ നമുക്ക് വിശക്കാൻ തുടങ്ങിയിട്ടേക്കും, കഴിക്കാനൊന്നും കയറിയില്ല. കാരണം നല്ല ചിലവുണ്ടായിരുന്നു. അവിടെ നിന്ന് ഫോൺ നന്നാക്കി തന്നെ ഇപ്പോൾ 1500 രൂപയായി. പിന്നെ ചേട്ടൻ്റെ ഗീ ഒക്കെ കൂടി 1000 സംതിങ് എന്തോ ആയി. നമ്മളങ്ങനെ വിശന്നപ്പോൾ ഒരു പ്ലാൻ ചെയ്തു, ചെറായ ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ മഴ ഉണ്ടാവുമെന്ന് അറിഞ്ഞൂടായിരുന്നു. പക്ഷേ പോണ വഴിക്കൊക്കെ മഴ ഇടയ്ക്ക് കുറയും ഇടയ്ക്ക് കൂടും. അപ്പോൾ അങ്ങനെ ഉണ്ട്. പക്ഷേ ബീച്ചെത്താറായപ്പോഴേക്കും അത്യാവശ്യം കുറച്ചുണ്ടായിരുന്നു. പാറക്കുട്ടി എണീറ്റിരുന്ന് ഗുസ്തിയൊക്കെ ഓടിക്കുന്നുണ്ട്. കുറേ നേരം കഴിഞ്ഞപ്പോൾ അവൾ ഇറങ്ങി. കുറേ നേരമായാലും എല്ലാവർക്കും വിശക്കാനും തുടങ്ങി. എല്ലാവരും മൂഡ് ഔട്ടായി. നിങ്ങൾ ഇറങ്ങാനും പറ്റാത്ത അവസ്ഥയായി. എന്താ പറയുക, ആറ്റുമാറ്റൊന്ന് പുറത്തിറങ്ങിയപ്പോൾ അത് ഇങ്ങനെ പോയി, മഴ കാരണം നശിച്ചു. അങ്ങനെ നമ്മൾ ബജ്ജിക്കടയുടെ അവിടെ എത്തി കേട്ടോ. അപ്പോൾ അവിടുത്തെ ഫുഡ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണെന്നാണ് അവർ പറയണത്. എൻ്റെ ചേട്ടനും നാത്തിനും കൂടെ സ്ഥിരം കഴിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ആ ചേട്ടൻ്റെ കടയിൽ പോയി കഴിക്കുക എന്നുള്ള ഇതിലാണ് നമ്മൾ ചെറായി ബീച്ചിലോട്ട് എടുത്തത്. ബജ്ജി കഴിക്കുക എന്നുള്ള പ്ലാനിങ് വന്നപ്പോൾ തന്നെ നല്ല ഫുഡായിരുന്നു. പക്ഷെ ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാക്കി തുടങ്ങണുണ്ടായുള്ളൂ. ഉഴുന്ന് വടയും പരിപ്പോടെയാണ് അവിടെ ഉണ്ടായിരുന്നത് കേട്ടോ. അത് രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം നല്ല ക്രിസ്പി പോലെയായിരുന്നു ഉഴുന്ന് വട. അപ്പോൾ ഞങ്ങളപ്പോൾ ഉഴുന്ന് വടയൊക്കെ നല്ല അത്യാവശ്യം കുറേ വാരി കഴിച്ച് കഴിച്ചിട്ടുണ്ട്. ഒരു 5-6 ഉഴുന്ന് വടയൊക്കെ എല്ലാവരും ഓരോന്ന് വീതം കഴിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് തിരിക്കേണ്ടത് വെച്ച് ഇരുട്ടൊക്കെ ആയി. കണ്ട വണ്ടിയുടെ ഉള്ളിലൊക്കെ മൊത്തം ഇരുട്ടായി. ഒരു 10-6-7 മണിയൊക്കെ ആയി നമ്മൾ വീട്ടിലോട്ട് പോയി. മഴ അപ്പോഴും മാറിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ആയിട്ട്